നമ്മൾ മാന്യമല്ലാത്ത അതെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൂഫ് എടുക്കേണ്ട കാര്യങ്ങളല്ലേ പറയുന്നത്. വീഡിയോക്ക് പ്രൂഫ് എടുക്കാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ വഴി തൊടുന്നില്ല അല്ല. നിങ്ങൾ ഇങ്ങനെ എത്ര സംസാരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ തന്നെ പറയും. അതേലോ എന്റെ വാപ്പാടെ കുടുംബത്തിൽ ഞങ്ങൾ നാട്ടിൽ ഇല്ല. ഈ എന്റെ കുടുംബത്തിൽ തറവാട്ടിന്റെ പുറത്ത് ഒരു പെട്ട പെണ്ണായിട്ടില്ല. അതായത് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് അല്ല, എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്റെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ ഉരുമ്പെട്ടവളല്ലേ? ആയിക്കോട്ടെ കോടതിയിൽ നടക്കണ്ടോ റൈറ്റ്സ് നോക്ക്. നിയമത്തിൽ വെച്ച് പോട്ടെ. നിയമം എന്താ പറ്റിക്കണേ അത് കൊടുക്കണം. ഇത് വന്നിട്ട് നിയമം പറഞ്ഞ വെയിറ്റ് ചെയ്തില്ല. അതിനെ പറ്റിട്ട് വന്നിട്ട് ഓരോ കാണിക്കണം. ഇങ്ങനത്തെ കാരണം ഈ കാലകാലത്ത് 10 വർഷം വന്നിട്ട് കേരളത്തിൽ താമസിക്കാത്ത ഒരാള് ഈ നാട്ടിലൊക്കെ അറിയാം. ഈ കല്യാണം ഇവിടെ ലവ് മാരേജ് ആണ്. ഒരു മാന്യമായ അന്വേഷിച്ച് കല്യാണം നടത്തുമ്പോ അതിലെ കെട്ടിപ്പറഞ്ഞ് വീണ്ട കല്യാണം നടത്താണ്. ഈ ലവ് മാരേജ് എവിടെ നന്നായി പോയിട്ടുള്ളത്? നാട്ടിൽ തന്നെ എല്ലാവരും വെറുപ്പിച്ച് നടന്ന കല്യാണം നടന്നു. ഞാൻ സംസാരിക്കുന്നത് അപ്പൊ സംസാരിക്കാൻ സംഭവിച്ചു. അവർ തമ്മിൽ അടുപ്പുള്ള അപ്പൊ നല്ല നിലക്ക് സംസാരിക്കും. തെറ്റിയപ്പോ നമ്മളെ മാസമായി നമുക്ക് കുടുംബത്തിൽ കയറി വരാം. കുടുംബത്തിലില്ല. ഞാൻ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? നിനക്ക് നിന്റെ വീട് നീ സൗകര്യം ഉണ്ടാക്കണം. ഞാൻ എന്റെ ഭർത്താവിന്റെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ടല്ലാണ്ട് അല്ല. ഞാൻ ഡോക്ടറല്ല. ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ പെൺകുട്ടിയാണ്. ആണല്ലേ? എന്നിട്ടാണല്ലോ നിങ്ങൾ എന്നെ ഉരുമ്പെട്ട് വിളുന്നു. കറണ്ട് ഫീസാ കറണ്ട് ആദ്യത്തെ ദിവസം ഇല്ല. അവർക്ക് മാന്യതയും പഠിപ്പിക്കാൻ മാത്രമേ അറിയൂ. മാന്യമായിട്ട് നമ്മളത് കോടതി അവസാനിപ്പിക്കുന്ന വിഷയമാണ്. ഇത് കോടതി വിഷയമാണ്. ഒരു സ്ത്രീയോ ഡോക്ടറാണ്. മാനദണ്ഡ ഒരു ഡോക്ടറാണ്. നീ ഇപ്പൊ നിന്റെ ആരാ? അതിനോട് സംസാരിക്കാൻ പറ്റാണ്. ഈ വിഷയം സംസാരിക്കണം. അതിവിടെ കോടതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഈ കോടതി നടക്കുന്നതിൽ നിങ്ങൾ ഈ കേസിൽ നിങ്ങൾ എന്താ കക്ഷി? നിങ്ങൾ കക്ഷിയാണോ? പിന്നെ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അതേ സംസാരിക്കാം. ഈ വഴി പഠിക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എവിടെ? അല്ല, ഈ കുഴപ്പം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താന്ന് പ്രശ്നം എന്നല്ലേ. ഇത് നമ്മൾ ആ ഡോക്ടറെ കേസായത്. കാരണം എന്താ വെച്ചാൽ ഈ ഡോക്ടർ ആയിഷ, ഇവരെ ഹസ്ബൻഡിൻ്റെ പേര് ഡോക്ടർ അലി, ഇവർ രണ്ടാളും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. ഇപ്പം എന്താ പറയുക, സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭാര്യയോട് പറയാണ്ട് പോയിട്ട് ഇവർ വേറൊരു കല്യാണം കഴിച്ച്. അപ്പം ഇവരിലുണ്ടായ ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടി, 10 വയസ്സായ പെൺകുട്ടി. ആ പെൺകുട്ടിനെയും ഈ എന്താ പറയുക ഭാര്യയായ ഡോക്ടർ ആയിഷാനെയും ഇവരെ ആദ്യത്തെ ഭർത്താവ് അലി എന്ന് പറഞ്ഞ ചങ്ങായി ഒഴിവാക്കിയിട്ട് പോയി വേറെ കല്യാണം കഴിച്ച്. അപ്പം ഇവർക്ക് ഭർത്താവിനെ തിരിച്ചു വേണ്ട. പക്ഷെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് 100 പവനും 15 ലക്ഷം ഉറുപ്പ്യയും ഇവരെ മുതൽ അവർ പല കാരണങ്ങൾ കൊണ്ട് എന്താ പറയുക ചിലവാക്കിന് പോലും. അതുകൊണ്ട് അതെനിക്ക് തിരിച്ച് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിന് മുന്നിൽ ഇവർ സമരം ഒരു 10-12 ദിവസം പിന്നിട്ടു ഇവരെ സമരം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ എന്താ പറയുക മതിലിൻ്റെ പുറത്ത് പോയി നിന്നിട്ട് സമരം ചെയ്തിട്ട് നേടേണ്ടതല്ല. ഇന്ന് നിയമവും കോടതിയും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾക്കാരാണ്, ഡോക്ടറല്ലേ. അങ്ങനത്തെ നിങ്ങൾ പരാതി കൊടുത്തിട്ട് അത് മാന്യമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം. സംഭവം ഇപ്പോൾ ഈ പ്രശ്നങ്ങളിപ്പോൾ പരിഹരിക്കുന്നത് ഇവരും ആ ഡോക്ടർ ആരുമല്ല. ഇവരെ കൂടെ ഇപ്പോൾ ഈ ഡോക്ടർക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും വീഡിയോ എടുക്കാനും വന്നതും ഒരയൽവാസി ബന്ധം. അയൽവാസികൾ തമ്മിലാണ് ഇവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെയൊന്നല്ല വേണ്ടത്. നിങ്ങൾ മാന്യമായിട്ട് കേസ് ഫയൽ ചെയ്യുക. എന്നിട്ട് കോടതി മുഖാന്തരം നിങ്ങൾ എന്തെല്ലാമാണോ നിങ്ങളുടെ ആവശ്യങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് കോടതി മുഖാന്തരം ഇതിനൊരു പരിഹാരം കാണാം. അല്ലാണ്ട് ഇതിങ്ങനെ ഭർത്താവിൻ്റെ ഗേറ്റിന് മുന്നിൽ പോയിട്ട് നിരാഹാരം കിടന്നിട്ട് ഒരു കാര്യമില്ല. കാരണം
അങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാം ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരാണ്.